സോ ഗൈസ് നമ്മൾ അഹമ്മദാബാദ് ട്രെക്കിംഗ് ആരംഭിച്ചു. ട്രെക്കിംഗ് ആരംഭിച്ച് ഫസ്റ്റ് തന്നെ എത്തിയുള്ളൂ. ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. നേച്ചർ ഈസ് സോ ബ്യൂട്ടിഫുൾ. Wanted to know how I came in this industry. Yes. So I'll tell you my story. Okay. So when I was kid. One second. This is our leader. Hello. Okay. നമ്മളിപ്പം വീണ്ടും നമ്മൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറേ ട്രക്കേഴ്സ് ഉണ്ട് തന്നെ ഓൺ ദ വേയിൽ. ഇഷ്ടംപോലെ ട്രക്കേഴ്സ് ഉണ്ട്. ശരിക്കും ഇപ്പോൾ ഇത് കുറച്ച് സ്റ്റീപ്പായിട്ടുണ്ട്. രണ്ടെണ്ണം യൂസ്ഫുൾ ആണോ? പാടോ അതോ തന്നറിയുന്നു? കുറച്ച് അഭ്യാസത്തിന് ആവശ്യമുണ്ട്. അത് കാരണം ക്യാമറ ഓഫാക്കി വെക്കാൻ പോവാം. നല്ല സ്റ്റീപ്പാണ്. ലെഫ്റ്റ്. നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇങ്ങനൊരു വാലിയിൽ ഇതൊരു പാറകൾ കിടക്കുന്നത്. രണ്ട് സൈഡും പാറയാണ്. ഈ പാറകൾ കിടക്കുകയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇഷ്ടംപോലെ ക്യാമ്പുകൾ കാണാം. പശുക്കളെയും കാണാം. പശുക്കളിവിടെ നമ്പറുള്ള പശുക്കളാണ്. അപ്പോൾ അത് മേയാൻ വന്നിരിക്കുന്നതല്ല. ഏകദേശം എല്ലോടെ അപ്പുറമാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഈ ടെൻറ്റുകളെല്ലാം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ടെൻറ്റുകളൊക്കെ ടോയ്ലറ്ററിയാണ്. ഇത് നമ്മുടെ ഡൈനിങ് ആണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ യാത്ര ആരംഭിച്ചു. നമ്മളൊരു കല്ലിൻ്റെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ആടുകളാണ്. മേയാൻ വന്ന ആടുകളാണ്. നമ്മളിത്തെ ആടുകളൊക്കെ ചിത്രത്തിൽ കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആടുകൾ കാണുന്നത്. എല്ലാം മുട്ടനാട്, ചെമ്മരിയാട്, ഷീപ്പ്. ഗൈസ് നമ്മളിങ്ങനെ നടന്ന് ടോപ്പിലോട്ടെത്തി. ഇപ്പം സൂര്യൻ കംപ്ലീറ്റ് ഉദിച്ചിട്ടുണ്ട്. സൂര്യനിപ്പോൾ അവിടെ നിന്നാണ് സണ്ണ് വരുന്നത്. ഈ സൈഡ് മൊത്തം വെയിലാണ്. ഈ സൈഡ് മൊത്തം ഡാർക്കാണ്, മലയുടെ വെയിൽ. ഇതാ ഓറഞ്ച് ബാഗ് കാണുന്നത് ഇതിൽ വരുന്നവരാണ്. നമ്മുടെ ലാസ്റ്റ് ഗൈഡാണ് അനുരാധ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗ്രൂപ്പാണ് ഈ ഫ്രണ്ടിൽ പോകുന്ന റെഡ് വിനി കാണാൻ തരത്തില്ല. പുള്ളി ആണ് നമ്മുടെ ഗൈഡ്. പുള്ളിയാണ് നമ്മൾ വഴിയായിരിക്കുന്നത്. ഇത് അമാൻ എന്ന് പറയുന്നത് നമ്മുടെ വേറൊരു ട്രക്ക് ഗൈഡാണ്. പുള്ളി മിഡിലായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് വീണ്ടും ഒരു ഹൈറ്റിലെത്തി. ഇവിടെ കുറേ ടെൻറ്റുകളൊക്കെ ഉണ്ട്. വേറെ ഏതോ ഗ്രൂപ്പിന് ടെൻറ്റുകളാണ്. കുറേ ആൾക്കാർ ടെൻറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ വീണ്ടും ഇതിലിറങ്ങി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതിലങ്ങ് കയറി പോകും നമ്മൾ. സോ ആ നീല ടെൻ്റ് കാണുന്നതിൻ്റെ അടുത്ത് നമ്മുടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടും അങ്ങ് ദൂരെയും ഉണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ കമ്മിങ്. ബാക്കിലും ഒരു ഗൈഡുണ്ട്. കുറേ ആൾക്കാരൊക്കെ മടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വരുന്ന പുള്ളിക്കാരത്തി ഷീസ് ഓൾസോ ഫ്രം അവർ ഗ്രൂപ്പ്. ലെറ്റ്സ് ഗോ. ഇതെന്തോ ഇതറിയില്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ വെള്ളത്തിലൊക്കെ ഇട്ട് ആടലോടകം എന്ന് പറഞ്ഞ സാധനമാണോ അറിയില്ല. ഇങ്ങനത്തെ ഇലയാ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തരും നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് കുളിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഇവിടെ ഫുള്ള്. ഇതുപോലത്തെ ചെറിയ ചെറിയ ക്രോസിംഗ് ഉണ്ട്. താഴെ പുഴ ഒഴുകുന്നുണ്ട്. ഫുള്ള് ചെളിയാണ്. ചെളിയുടെ കൂട്ടത്തിൽ പശുവിൻ്റെ ചാണകവും ഈ കഴുതാട സാധനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ ഒരു ബെഞ്ചുണ്ട്. നമ്മുടെ ലീഡേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയത് കോഴിയുണ്ടല്ലോ ഇവിടെ. കാട്ടുകോഴിയാണെന്ന് തോന്നുന്നു. ഇവിടെ കോഴിയുണ്ട്. 2 പൂവനാ. ഒരു ഗിരിരാജൻ കോഴിയുടെ കൂട്ട് ബോഡി ആയിരുന്നു നിങ്ങൾക്ക്. Amanji, this is our first resting point. ഇവിടെ ചെറിയ ധാബയുണ്ട്. ഇങ്ങനെ ഇത് ഫുള്ളിങ്ങനെ ധാബയാണ്. നടന്നു വരുമ്പം സോഫ്റ്റ് ഡ്രിങ്ക്സും മുട്ടയും ഒക്കെ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ ഈ ട്രക്കിങ്ങിന് വരുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ധാബകളാണ്. ഇവിടെ ചെറിയൊരു റിവർ ക്രോസിംഗ് ഉണ്ട്. പക്ഷേ പാലം ഇട്ടിട്ടുണ്ട്. ഇത് നോക്കി കാണാം. അങ്ങ് മേളിൽ ആൾക്കാർ കയറി പോവാ. കാണാൻ പറ്റില്ല. കുഞ്ഞായിട്ട് ഫുള്ള് അഹമ്മദാബാദ് മേള എന്നാണ് ഇവിടെ ആൾക്കാർ എന്നെ പറയുന്നതെന്ന് പറയാറുണ്ട്. നികുവിൻ്റെ സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റിൽ BSNL ഫോൺ കിട്ടും. മിനിറ്റിന് 20 രൂപ. അപ്പം അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലോട്ടൊക്കെ വിളിക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നുള്ള എല്ലാവരും വിളിച്ചു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഒരു തടിപ്പാലം ഇട്ടേക്കുക. അത്യാവശ്യം സ്ട്രോങ് പാലം തന്നെയാണ്. വെള്ളം ഒഴുകുന്ന വെച്ചുകൊണ്ട് പറയാൻ തോന്നുന്നില്ല. തടിക്ക് അനക്കോ വേറെ വിഷയങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്ട്രോങ് പാലം തന്നെയായിരുന്നു. നമ്മളവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ ഒരു പാറയുണ്ട്. ഈ പാറ ഇതിൽ പോയിട്ട് ഇതിലെ തന്നെ മൊത്തം കറങ്ങി വന്നിട്ട് ജസ്റ്റ് നമ്മളിതിൽ കയറിപ്പോവും. ഇതിൽ കയറിപ്പോവും. ഫുള്ളാണ്. നമുക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൾക്കാർ ട്രെയിൽ ചെയ്ത് കയറി പോകുന്നത്. അങ്ങ് ദൂരെയാണ്. ഈ പാറ ഇടിക്കുന്നൊക്കെ ചെറുതായിട്ട് വെള്ളം ചാടുന്നുണ്ട്. ഞങ്ങൾ മൂന്നുപേരിങ്ങനെ ടോപ്പിലെത്തി. പക്ഷേ അവിടുത്തെ ആൾക്കാരും എത്തിയിട്ടില്ല ഇതുവരെ. അതായത് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ കൂട്ടത്തിലാണ് മുകേഷ് ജി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ലീഡർ ഗൈഡ്. പുള്ളിപ്പാരെ നോക്കാനായിട്ട് പോയേക്കുക. അവിടെ ഒരു പച്ച കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ വരുന്നുണ്ട് വയ്യ. ഫുള്ളിങ്ങനെ പാറകള ഫുള്ള്.
ഇതൊരു ചെറിയ കുത്തുപാറയായിട്ടാണ്, കാണാൻ പറ്റുന്ന തരത്തില്ല. അങ്ങ് താഴെ നോക്കി ഞങ്ങൾ മേള് വരെ കയറിപ്പോകാൻ പറ്റും. സ്റ്റീപ്പാ, താഴത്തെ ഇങ്ങനെ പുകയാണ് ഫുള്ള്. നമ്മളിങ്ങനെ നടന്ന് ഫസ്റ്റ് റിവർ ക്രോസിങ്ങിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ റിവർ ക്രോസിങ്ങാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഷൂസ് കൂരി ബാഗിൻ്റെ അകത്ത് കുടുക്കിയിട്ടുണ്ട്. ഇനി ആൾക്കാരെല്ലാം ഇത് ഇത്രയും നമ്മുടെ ടീമിൽ വന്നവരാണ്, ഇവരെല്ലാം റെഡിയാവുകയാണ്. ഇത് റെഡിയായതിന് ശേഷം വേണം നമുക്ക് ക്രോസ് ചെയ്യാൻ. ഫസ്റ്റ് ഇത് വലിയ ചലഞ്ചിങ് ഒന്നുമല്ല, ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, വലിയ പാടില്ല, ഇത് ക്രോസ് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടർന്നു. റിവർ ക്രോസ് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിന് അത്യാവശ്യം തണുപ്പുണ്ട്. അത്യാവശ്യം തണുപ്പെന്ന് വെച്ചാൽ നമ്മളൊരു 30 to 60 സെക്കൻഡ് നമ്മൾ വെള്ളത്തിൽ നിൽക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്. അപ്പം ഞാൻ ആ റൈനോസിൻ്റെ സോക്സ് ഒന്ന് ഇട്ട് നോക്കണം വിചാരിച്ചത്. ഇട്ട് നോക്കില്ല, അടുത്ത ദിവസം ഇടാം. ഒരു കണക്കിന് ഇന്നിടാതെ തന്നെ, കാരണം ഇന്നിട്ട് നനഞ്ഞാൽ പിന്നെ നാളെ ഇടാനും പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ വീണ്ടും കിടന്നു പോവാണ്. ഇപ്പം വെള്ളം ഒഴിക്കൊണ്ടിരിക്കണം. വീണ്ടും ഫ്രണ്ടിലോട്ട് പോകണം. കുറച്ചൊക്കെ ഫ്രണ്ടിലാണ്, കുറച്ചൊക്കെ ബാക്കിലാണ്. നമ്മളിപ്പം രണ്ടാമത്തെ ദിവസം ലഞ്ച് കഴിച്ചതിന് ശേഷമുള്ള നടപ്പാണ്. അത് നല്ല അടിപൊളി കാമായിട്ടുള്ള സ്ഥലത്തെത്തി. ഇപ്പം തണുപ്പുണ്ട് അത്യാവശ്യം നല്ല. ഇവിടെ ചുറ്റും ഇങ്ങനെ നദി ഒഴുകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൽ വെയിറ്റ് ഓഫ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നു. നല്ല അടിപൊളി ഭൂപ്രകൃതി കേട്ടോ. മേളിൽ നിന്ന് കോടടിക്കുന്നുണ്ട്, ഇടയിൽ കുറച്ച് സൂര്യൻ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് വേണം നമുക്ക് ഇനി മേലോട്ട് ബാക്കി കൂടെ കയറാം. നമ്മുടെ ഫസ്റ്റ് ഡേ ട്രക്ക് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഡേ. അപ്പം ഈ ടെൻറ്റുകൾ കാണുന്നുണ്ടോ, ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഒരു ധാബയുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് അരുവികൾ ഒഴുകുന്ന സ്ഥലമുണ്ട്. എനിക്കൊന്ന് മേളിൽ നിന്ന് ഒഴുകി വരുന്നതെല്ലാം പക്ഷേ സ്പ്ലിറ്റായിട്ട് ഒഴുകി വന്ന് പല സ്ഥലങ്ങളിൽ ഇത് ജോയിൻ ചെയ്യുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞു. ലാസ്റ്റ് വാട്ടർ ക്രോസിംഗ് ആണിത്. അപ്പം അത് ഈ കല്ലിന് ഇളക്കമുണ്ടോ എന്ന് നോക്കാം. കുത്തിനോക്കിയിട്ട് കല്ലിന് ഇളക്കില്ല. അങ്ങനെ നമ്മൾ ഒറ്റ ചെമ്പ്, ഈ കല്ലിൽ ഒറ്റ ചെമ്പ് കുത്തി കഴിയാം. വാട്ടർ നല്ല പ്യൂർ വാട്ടറാണ്, അടിപൊളി തെളിഞ്ഞു കാണാം. ശകലക്കള ഒറ്റ ചെമ്പ് അങ്ങനെയാണ് എത്തി. നമ്മൾ ഓൾമോസ്റ്റ് ഇതൊരു കൊടി കാണുന്നൊരു ധാബയാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം വിട്ടു പോന്നു. ആൾക്കാരെല്ലാം വരുന്നതിന് മുന്നേ സീറ്റ് പിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഓടിപ്പോന്നു. അത്രയാണ്, സെറ്റ് വ്യൂ ആണ്. ഇപ്പം ഏതോ രണ്ട് വാരിയുടെ നടുക്കാണ് നിൽക്കുന്നത് ഉണ്ടോ. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹംദ പാസ് ഒന്ന് ചെയ്യണം. കാരണം അത്രയും ട്രെക്ക് ചെയ്ത് വരാനുള്ളതുണ്ട്, കാണാനും പറ്റും.
നിങ്ങൾക്ക് ബാഗൊന്നും എടുക്കാൻ പറ്റത്തില്ല തന്നെയും ഇവിടെ ടർക്ക് ഓർഗനൈസേഷനോട് പറഞ്ഞാൽ അവർ കുതിരയുടെ പുറത്ത് എത്തിച്ചേരും. നമ്മൾ നടന്നു കണ്ടാൽ മതി. ഞാൻ ട്രക്ക് ചെയ്യണമെന്നല്ല പറയുന്നത്, ഈ വ്യൂ ആസ്വദിക്കാൻ വേണ്ടി നിൽക്കണം എന്നാണ് പറഞ്ഞത്. അഭിത്ത് വിളിക്കുന്നുണ്ട്. നമ്മൾ ഈ ധാവാടെ അവിടെ സ്റ്റോപ്പ് അടിക്കാം. രണ്ടാമത്തെ ദിവസം ഇവിടെയാണ് സ്റ്റേ. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് അടിക്കുകയാണ്. നമ്മളങ്ങനെ ഇന്ന് സ്റ്റേ ചെയ്യുന്നിടത്തെത്തി. ഈ റെഡ് ടെൻറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ മൈനസൊക്കെ പോവും ഇന്ന് രാത്രിയില്ല. മേലോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കോടടിച്ചിടണം. അതായത് അത് മേഘമല്ല, ഫുള്ള് കോടടിച്ച് കിടക്കുകയാണ്. സൂക്ഷിച്ച് നോക്കി ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. സോ നമ്മളിന്ന് മൂന്നാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. മഴ പെയ്തിട്ടില്ല ഇതുവരെ ഇറങ്ങിയതിന് ശേഷം. ഡേ 1 ഡേ 2 മഴ പെയ്തില്ല. ഇപ്പം സമയം 6:15. നമ്മൾ 6:30ക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൾക്കാരൊക്കെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം റെഡി ആയി തുടങ്ങി. നമ്മുടെ ടീം എല്ലാവരും റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ നമ്മളെ ടീം ലീഡേഴ്സ് ആ കാണുന്ന ആ ഗ്രേ ടെൻറ്റിലാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും. വലിയ തണുപ്പൊന്നുമില്ല, ഒരു 15 ഉണ്ടാവുള്ളൂ. ചായ കിട്ടി. ചായ അല്ല, കോഫിയാണ്. ഒരു ലൈറ്റ് കോഫി, എന്തോ വേറെ വേണം. വെയിലടിച്ച് തുടങ്ങിയിട്ടില്ല, വെയിൽ മേളിലുണ്ട്. നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കയറുക എന്നാണ്. ഇന്ന് നമ്മൾ ആ ഡയറക്ഷനിൽ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇന്നലെ അവിടെ നിന്നാണ് വന്നത്. ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ ആദ്യത്തെ ഉച്ചവരെ നമ്മൾ ക്ലൈംബ് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിസെൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മളതിന് സെക്കൻഡ് യാത്ര ആരംഭിച്ചു. ഇതിപ്പോൾ ഇങ്ങനെ കല്ല് പൊടിഞ്ഞ് കിടക്കുന്ന മണ്ണായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്. അങ്ങ് നോക്കുന്നത് കയറി പോകണം. ആ കാണുന്ന ആ മല കയറി ലെഫ്റ്റിലോട്ട് പോകണം. അങ്ങനെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതെല്ലാം കല്ല് പൊടിഞ്ഞ് നടക്കുന്നു. രാത്രിയിൽ നമുക്കിങ്ങനെ കല്ലുരുണ്ട് വരുന്ന സൗണ്ട് കേൾക്കായിരുന്നു. അത് ഇങ്ങനെ ചെറിയ ചെറിയ വാലി കൂടെ കല്ലുരുണ്ട് വരുന്ന കേൾക്കാൻ പറ്റുമായിരുന്നു രാത്രി കിടന്നപ്പോൾ. പിന്നെ അമ്മൻബേ പറഞ്ഞ് നമുക്ക് ലക്കുണ്ടെങ്കിൽ അത് കാണാനും പറ്റുമെന്നാണ് പറഞ്ഞത്. ഫുള്ള് അടിപൊളി ഒരു സ്ഥലത്തോടെ നമ്മളിപ്പം പോകുന്നത്. നമ്മളിപ്പോൾ ഇനി ആ മല കയറി പോവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വരുന്നുണ്ട്. ആദ്യം കാണിച്ചവിടുന്ന് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. നമ്മൾ പാറ കയറി ഇങ്ങനെ പോവുകയാണ്. മേളിലോട്ടൊക്കെ നല്ല പാറയാണ്. വീഡിയോ കാണുമല്ലോ, നല്ല ഹൈറ്റുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒഴുകുവാണ്. ആ ഫ്രണ്ടിൽ പോണ മുകേഷ് ജിയാണ് നമ്മുടെ ലീഡർ. ഇന്ന് ഫുള്ള് പാറയാണ്. നമ്മളിങ്ങനെ നടന്ന് കുറേ മലയുടെ മുകളിലെത്തി. കുറേ മലയുടെ മുകളിൽ കല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല കോടയുണ്ട്. താഴെ നോക്കുമ്പോൾ ഇവിടെ നല്ല കോടയുണ്ട്. നമ്മൾ കയറി ചെന്നോറും കോട അടുത്തിരുന്നോറും കോട പോകുമല്ലോ. കാരണമാണ് ഇവിടെയും കോട ഫീൽ ചെയ്യാത്തതെന്ന് തോന്നുന്നു. സെറ്റ് സ്ഥലം കേട്ടോ. ഇനി ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയുള്ളൂ. നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായിട്ടുള്ളൂ. ഒരു 11 മണി 12 മണി വരെ നടക്കാനുണ്ട്. അത് ഇതുപോലെ ഫുള്ള് പാറകളും കയറ്റങ്ങളും മാത്രമാണ് ഉള്ളത്. സ്ലോപ്പായിട്ടുള്ള സ്ഥലമൊന്നും ഇല്ല ഇനി.
നമ്മളങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തി. ഇതാണ് നല്ല വെള്ളം കിട്ടുന്നത് ലാസ്റ്റ് സോഴ്സ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 2 കുപ്പിയും നിറയ്ക്കണം. ഇനി അങ്ങോട്ട് നല്ല വെള്ളം ഉണ്ടാവില്ല. നമ്മൾ ഒത്തിരി കയറി വന്നുണ്ട്. കല്ലിൻ്റെ ഇടയിലൂടെ കുറേ ട്രാവൽ ചെയ്ത് എത്തി. മേളിലോട്ടും ട്രക്കേഴ്സ് പോകുന്നുണ്ട്. മൊത്തം കോഴ അടിച്ച് കിടക്കുക. പക്ഷെ കോഴ അടിച്ച് കിടക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പുണ്ടോ, ജസ്റ്റ് ടീഷർട്ടും ഞാനൊരു സ്ലിം പാൻറ്റും ഇട്ടിരിക്കുന്നത്. വലിയ തണുപ്പൊന്നുമില്ല. നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ ചൂടാവുമല്ലോ, അതുകൊണ്ട് കുഴപ്പം. ഇത് ശരിക്കും മൺസൂൺ ട്രക്കാണ്, പക്ഷെ മഴ പെയ്യാത്ത വളരെ അത്ഭുതമായി മാറി. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ റെസ്റ്റ് എടുക്കുകയാണ് കുറച്ച് നേരം. അതിൻ്റെ ഇനി നമ്മളിനി മുന്നോട്ട് യാത്രയുള്ളൂ. നമ്മളിപ്പം ശരിക്കും പാറ ഇടുക്കിക്കൂടെ തന്നെ നടക്കുന്നത്. പാറ ഇടുക്കി 2 മരണം മുന്നേ ഇങ്ങനെ പൊട്ടിത്താറുന്ന പാറകളാണ് അവിടെ ഫുള്ള്. ഇങ്ങനെ ഈ പാറക്കിടക്കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. ഫുള്ള് കല്ല് കയറി വേണം പോകാൻ. നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. ഇതുപോലുള്ള പാറയിടുക്കി കൂടെ ചാടിക്കയറണം. പിന്നെ ഫുള്ള് ഇറങ്ങി മേളിലോട്ട് നോക്കിയാലും പാറ, താഴത്തോട്ട് നോക്കിയാലും പാറ, മേളിൽ കോട അടിച്ചിറക്കുക. ഇത് നമ്മൾ അഹമ്മദാബാദ് പാസിലോട്ട് 3rd ഡേ നടക്കുമ്പോൾ ഉള്ള സീനുകളാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള്. ഇവിടെ നോക്കി കാണും മൂൾസിൽ നമ്മുടെ ബാഗുകളൊക്കെ കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതരം പാടമത്സരമാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ സ്നോ വന്നിരിക്കുന്നു. ഇത് വെയിറ്റ് ചെയ്ത് ഈ മേളിലോട്ടുള്ള ബാഗുകളെല്ലാം ഇങ്ങനെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. ഇതിനപ്പുറത്ത് പാട പോലെ കിടക്കുന്നത് ഐസാണ്. അത് സ്നോ ഇവിടുന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതാണ് താഴത്തേക്ക് ഉരുകി വെള്ളമായിട്ട് വരുന്നത്. വെച്ചാൽ ഇവിടെ നിൽക്കും കേട്ടോ. പുല്ല് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി വായിലൊരു ബെൽറ്റ് പോലൊരു സാധനം ഇട്ടിട്ടുണ്ട്. आपको काफ़ी स्पीड लगाई है। ഞാൻ താഴെ പോയിട്ട് ഐസ് കാണിച്ചു തരാം. ഐസിൻ്റെ അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് വരുന്നത്, കുത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഐസാണ് ഫുള്ളിങ്ങനെ ഐസ് ഉരുകി എടുക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഫുള്ള് ഇരിക്കുന്ന മൊത്തം ഇങ്ങനെ ഐസാണ്. താഴെയൊക്കെ ഇങ്ങനെ രക്ഷിച്ച് കാണാൻ പറ്റും. സ്റ്റോപ്പിട്ട് നമുക്ക് മൂവ് ചെയ്യാം. നമ്മളിപ്പം അതാണ് നമ്മുടെ പാസ്. ആ പാസ് ആ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അസെൻറ്റ് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം സ്റ്റീപ്പ് ഡൗൺ ആണ്. ഫുള്ള് ഇങ്ങനെ മഞ്ഞും കോട അടിച്ചിറങ്ങണം. വെയിലുണ്ട്. That's what you see there, or the left side some mules are going, some are hiking. There is the pass. ചത്ത് ഭണ്ഡാരം അടങ്ങിയിരിക്കുന്ന മനുഷ്യനാട്ടോ ഇത്. മുകേഷ് ജി ചിൽച്ചിൽ മുകേഷ് ജി ഈസ് അവർ ലീഡർ. റെഡിലിരിക്കുന്ന
മാൻജിയാണ്, ഹീസ് ഓൾസോ ലീഡർ. പിന്നെ ബാക്കിൽ ഓറഞ്ച് ബാക്ക് കവർ ഇട്ടിരുന്ന നീല പുള്ളിക്കാരത്തി നമ്മുടെ ലീഡറാണ്. നമുക്കിവിടെ റിഫ്രഷ്മെൻറ്റിന് കിട്ടിയ ബിസ്ക്കറ്റാണ് ഗൈസ്. 2 എനിക്ക് വന്നിട്ടോ, 2 എനിക്ക്. വെയിൽ വന്നു ഗൈസ്, നല്ല വെയിൽ വന്നു. ഒറ്റടി മഞ്ഞ് മാറിയപ്പോണ്ടാവുന്നു. ये समेटना वो हाँ देखा पॉइंटेड ड्रॉप भी निकला हुआ है, वो समेट आ जाएंगे आराम से। कौन सा है समझ? वो दिख रहा है ये वाला ये वाला नहीं, लेफ्ट साइड में जो पॉइंटेड ड्रॉप दिख रहा है आपको, जो ऐसे निकला हुआ है पत्थर सबसे ऊपर। सबसे ऊपर लाइक ट्रायंगल वाला। कौन सा वाला है वो वाला? डाउन डाउन डाउन। एक क्लिफ है ना, चट्टान है बड़ी सी, उसके नीचे देखने एक पत्थर निकला होगा। डाउन एग्जैक्टली हियर। अच्छा दिस साइड। डाउन डाउन लाइक दैट। ट्रायंगल जैसे है। ഉറക്കം വരുന്നോ? നമ്മൾ ഫുള്ള് കോടയായി. നമ്മൾ ഓൾമോസ്റ്റ് അടുത്തതായിട്ട് ഒരു മണിക്കൂർ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അഹമ്മദാബാദ് സമ്മേലെത്തും. നമ്മുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മഴ പെയ്യാത്തതാണ്. നല്ല കോടയുണ്ട്. നമ്മൾ അൾട്രാ മടുത്തിരിക്കുന്ന കാരണമാണ് വേർക്കൊന്നുമില്ല, ബോഡി അധികം തണുക്കൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ചേരിക്കുന്ന കാരണം. മുകേഷ് ജി വരുന്നുണ്ട്. നമ്മൾ നടക്കണം മേളിലോട്ട് പോകാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോയാലും ജസ്റ്റ് മേളിൽ കയറിയിട്ട് നിൽക്കാമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കയറി വരുന്നത്. നമ്മൾ ടോപ്പിലേക്ക് പോവാം. ഫുള്ളിങ്ങനെ തട്ടിത്തെറിഞ്ഞെടുക്കുന്ന വഴിയാണ്. ഇനി ഫോണിൻ്റെ കവറെന്ന് വെച്ചോട്ടെ. താഴെ നിന്ന് നല്ല കോടക്കാറ്റ് മേളിലോട്ട് അടിക്കുന്നുണ്ട്. നോയിസ് ക്യാൻസലേഷൻ നടക്കാൻ നടത്തില്ല. ഏതായാലും അവർ മച്ചാനുണ്ടോ? ആ മച്ചാൻ കൊൽക്കത്തയിൽ നിന്ന് മച്ചാനാണ്. പുള്ളിയുടെ പുറത്ത് കയറി മുകേഷ് ജി കുറേ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഫുള്ള് കല്ലും മണ്ണും. ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ്. ഫുള്ള് ഉരുളങ്കല്ല ഇങ്ങനെ കിടക്കുക. നല്ല മടുപ്പുണ്ട്. തൽക്കാലം നമുക്കിവിടെ വെയിറ്റ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ കോടയായി. ഫുള്ളൊന്നും കാണത്തു പോലില്ല. അതായത് നമ്മുടെ ബാഗിൻ്റെ അകത്ത് ഒരു ജാക്കറ്റുണ്ട്, അതും ഗ്ലൗ എടുത്ത് വിട്ടേക്കാം. ഇത് നമ്മൾ അങ്ങനെ ഗ്ലൗ എടുത്തിട്ടു, ചെവി അടച്ചു, ജാക്കറ്റ് എടുത്തു. ഇത്ര മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഇപ്പം ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. മേളിൽ മുകേഷ് ജി അങ്ങ് മേളിലുണ്ട്. നമ്മുടെ ഓറഞ്ചിട്ട് വരുന്ന നമ്മുടെ അനുരാധജി അങ്ങനെ 2 സൈഡിൽ കൂടെയാണ് നിൽക്കുന്നത്. നല്ല കോടയായി, കാറ്റും വീശാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് സെറ്റായിട്ട് നിൽക്കുക. ഇപ്പം കയറിയ എവറസ്റ്റ് എന്നുള്ള ലൈനില്ല, ആ മൈൻഡില്ല അഭിത്ത് നിൽക്കുന്നത്. ഓക്കെ, ഫുള്ള് കല്ലും കോഴ അടിച്ചിറങ്ങുന്ന സ്ഥലമാണ്. കല്ലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കല്ല്.
കല്ല് പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിങ്ങനെ തന്നെ പോയതാണെന്നറിയില്ല. വീട്ടിലോട്ട് കയറി പോ. Finish? You reached Ahmedabad? Thanks. Finally we reached Ahmedabad. This is the highest point of this pass. Okay. So you can go and sit there. Oh, thanks, Mohish ji. So നമ്മൾ അഹമ്മദാബാദിലെത്തി. This is the highest point of Ahmedabad. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഓക്കെ, ഇവിടെ നമ്മൾ 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യും, ഫോട്ടോ ഒക്കെ എടുക്കും. അഭിജിത്ത് വന്നിട്ട് ദെൻ നമ്മളോട് പോകും. एक माउंटेन का रिस्पेक्ट रहता है तो इसलिए हम यहाँ पे नहीं करेंगे ना. थोड़ा आगे करें। इसके थोड़ा सा उधर साइड बैक के साथ ना, वहीं पे जस्ट मेरा बैग दिख रहा है, उसके टर्न के पीछे है ना, तो वहाँ पे सब लंच लोग करेंगे. फोटोज क्लिक करवा दीजिए जिसको करना है। यहाँ से ऊपर और चढ़ना नीचे, अब तो नीचे डाउन है पूरा. It's not നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് ഇറങ്ങുവാണ്, താഴത്തേക്ക് ഇറങ്ങുവാണ്. നല്ല സ്റ്റീപ്പാണ്. നല്ല സ്റ്റീപ്പ് ഇറക്കമാണ്. താഴെ നോക്കി കാണാൻ പറ്റും, ഫുള്ള് ഇതാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നമ്മൾ മേളിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി തുടങ്ങി. നമ്മൾ ടീം ലീഡറൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല സ്റ്റീപ്പാണ് താഴത്തോട്ട്. അങ്ങ് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അരുവി പോലെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ടിപ്പറ്റത്ത് അവിടെ ടെൻറ്റും കാണുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ അഹമ്മദാബാദിൻ്റെ സമ്മിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവാണ്. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മലകൾക്കിടയ്ക്കിൽ അടിപൊളി വ്യൂ. ഞാൻ വീണ്ടും പറയാണ്, ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ട്രെക്ക് ചെയ്ത് തന്നെന്നില്ല, ബാഗ് തൂക്കി വരുന്നുണ്ടെന്നില്ല. ട്രക്ക് മുകളിലേക്ക് ബാഗ് മുകളിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ നടന്നു തന്നെ ഈ വ്യൂ കാണാൻ വേണ്ടി മാത്രം. സെറ്റ് വ്യൂ ആണ്. നമ്മളിപ്പം 3rd ഡേ ടെൻ്റ് അടിക്കുന്നതിൻ്റെ അടുത്ത തീരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മലയ്ക്ക് ചുറ്റുമാണ്.
നോക്കി കഴിഞ്ഞാൽ മല അതുകൊണ്ട് രണ്ടാമത്തെ ട്രെക്കിങ് അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു ഫുള്ളൊരു അങ്ങ് കാണുന്ന ടെൻറ്റിൻ്റെ മേളിൽ നിന്ന് മല ഇറങ്ങി ഇതുവരെ മൊത്തം നടന്നു വന്ന് എല്ലാവരും ടെൻറ്റ് താഴെ കേട്ടോ. നമ്മുടെ ട്രക്ക് ടെൻറ്റ് മാത്രമാണ് മേളിൽ. ഈ മല കയറിയപ്പോഴത്തേനും ചത്ത് ഇതൊരൊറ്റ പീക്കായിരുന്നു. ചത്ത് പണ്ടാരടങ്ങി കയറിയത്. മുകേഷിയൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു വഴി എടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ഈ കുത്തുകയറ്റ് ഇതുപോലെ കയറുണ്ടായിരുന്നു മുകേഷ് വന്നു കഴിഞ്ഞാൽ. കൂടുതൽ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണം കാച്ചു പോയി. മലകളൊക്കെ ഇത്ര വലിയ മലകൾ കണ്ടിട്ടില്ല. ബ്ലൂ സ്കൈ, മേഘങ്ങളൊന്നും നിൽക്കുന്നു, മലകൾ നിൽക്കുന്നു. ഞാൻ ടെൻറ്റിൻ്റെ അങ്ങോട്ട് കയറാം. മലക്കകത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുക. നമ്മുടെ ടോയ്ലറ്റ് നിങ്ങൾ ട്രക്ക് ദ ഹിമാലയസിൻ്റെ എല്ലായിടത്ത് തന്നെ ഇവിടെയൊക്കെ കയറി വരാം കേട്ടോ. കയറി വരുന്നതിന് വിഷയമൊന്നുമില്ല. നല്ല കാറ്റുണ്ട്. നാളെ നമ്മൾ ഏത് വഴിക്ക് ഡിസെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. ഹൈ, ഹലോ. ഇവിടെല്ലാം ഉണ്ട്. 2-3 കുതിരക്കുട്ടന്മാരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവന്മാർ സാധനങ്ങളായിട്ട് വന്നു. നമ്മൾ സ്റ്റെൻഡ് അടിക്കുന്ന അവിടെയാണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇതിലിറങ്ങി വന്നതാണ് താഴത്തേക്ക്. ഇവിടെ വന്നതിനും ഇവിടെ ഫുള്ളല്ല ഫുള്ള് ഇതുപോലത്തെ പൂക്കളും ചെടികളുമാണ് ഫുള്ള്. അടിപൊളി വ്യൂ ആണ് അവിടെ കിടക്കുന്നത്. മേളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഫുള്ള് സെറ്റ് വ്യൂ. 360 ഡിഗ്രിയിൽ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെറ്റാണ്. ഇങ്ങനെ ഫുള്ളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫുള്ള് തിങ്ങ പരന്നെടുക്കുക. നാളെ ആദ്യം ഈ റിവർ ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് ഇറങ്ങാൻ. അപ്പം രാവിലെ മോർണിംഗ് തന്നെ നമ്മൾ വന്ന് റിവർ ക്രോസ് ചെയ്യും. ഇവിടെയൊക്കെ ഫുള്ള് കുതിരക്കാട്ടാണ് ഫുള്ള് കിടക്കുന്നത്. പാവ് നമ്മൾ 4ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. റെഡിയായി എല്ലാവരും. ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ താഴെ കാണുന്ന വാട്ടർ ക്രോസിങ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അതുവഴി അങ്ങോട്ട് നടന്നു പോകും. ഇറക്കമാണ്, പിന്നെ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ചെന്ന്
പിന്നെ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് നമ്മൾ വണ്ടിയിലാണ് എന്തോ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം കാണണം. ഇവിടെ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലത്തിനായിരുന്നു ചന്ദ്രതാൽ, അത് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ സെറ്റാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചന്ദ്രതാലിൽ നിന്ന് മണാലിക്ക് പോവും. അതോടുകൂടി നമ്മൾ ഹംദാ പാസ് ട്രെക്കിങ് അവസാനിക്കും. ഇപ്പോൾ സമയം 6:45, 6:30 ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ 6:45, 15 മിനിറ്റാണ്. എങ്ങനെ ഇരിക്കുക. ഫസ്റ്റ് തന്നെ റിക്വസ്റ്റ്, വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം അത് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാം. വാട്ടർ ക്രോസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വേറെ ആൾക്കാരുടെ കയ്യിൽ പിടിക്കേണ്ടി വരും. അപ്പം ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ക്രോസിങ് പാത്തി കൂടെ നടക്കുന്നതാണ്. ഞാൻ പിന്നെ റൈനോസിൻ്റെ സോക്സ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഷൂ കുറച്ച് ലൂസായത് കാരണം സ്റ്റീപ്പ് ചെയ്യുമ്പം 2 സോക്സ് ഞാനിടും. അപ്പം അത് നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സെറ്റപ്പ് ആവില്ല. പിന്നെ അടുത്ത ദിവസമൊക്കെ റൈഡ് ചെയ്യാനുള്ളതാണ് തന്നെ. അത് കാരണം ഞാനത് ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും താഴെ ചെല്ലുമ്പോൾ വാട്ടർ ക്രോസിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്തതിന് ശേഷം തുള്ളി ചാടണമെന്നാണ് പറഞ്ഞത്. അത് നോക്കാം. നമ്മളിങ്ങനെ വാട്ടർ ക്രോസിങ് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഏറ്റവും ലാസ്റ്റ്, എൻ്റെ പുറകിൽ ആരുമില്ല. നമ്മൾ 2 സോക്സൊക്കെ വലിച്ചു കയറ്റി ഷൂസ് കിട്ടി വന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടെൻറ്റിനോടും അല്ല, നമുക്കൊരു ടെൻറ്റും കൂടെ ഉണ്ട്. ഫ്രഷൊക്കെ ആവാൻ പാകത്തിനൊരു ടെൻറ്റും കൂടെ ഉണ്ട്. അവിടെയൊക്കെ പോയി. പക്ഷേ ലാസ്റ്റ് ടെൻറ്റ് മേളിലായിരുന്നു. നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ കയ്യിലുണ്ട് ഓക്കെ. അവിടെ 2 മലയാളീസായിരുന്നു, അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇപ്പോൾ സംസാരിച്ചിട്ട് പോവാണ്. അങ്ങനെ മൊത്തം ചിലയാണ്. അപ്പം നമ്മളിങ്ങനെ ഇന്ന് നമുക്ക് ഒരു കുറേ സ്റ്റീപ്പുണ്ട്. സ്റ്റീപ്പിന് ശേഷം പരന്ന സ്ഥലമുണ്ട്. പരന്ന സ്ഥലത്തിന് ശേഷം വണ്ടി കയറി നമ്മൾ ചന്ദ്രതാൽ എന്ന് പറഞ്ഞ് നദീതാരം കാണാൻ പോവും. അതിനുശേഷം നമ്മൾ അവിടുന്ന് മണാലിയിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ ഐറ്റിനറി. ഇത് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, നമുക്കിനി നമ്മൾ ലാസ്റ്റ് ഡേ ഇറങ്ങുമ്പം സ്റ്റീപ്പൊന്നുമില്ല. ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. ഇതുപോലെ ചുറ്റും മലയാണ്. നടുക്കിങ്ങനെ അത് ബേസിക്കലി ഒരു മലയുടെ പുറത്തോടെ പോകുന്നിങ്ങനെ ഒരു സ്റ്റീപ്പായിട്ടുള്ള ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇടിച്ച് നിൽക്കുമ്പോഴത്തേനും ഫുള്ള് മലയാണ്. ഫുള്ളിങ്ങനെ മലയാണ്. രണ്ട് സൈഡിലും വെള്ളം. ഇടത് സൈഡിൽ വെള്ളം ഒഴുകുന്നുണ്ട്, വലത് സൈഡിൽ വെള്ളം ഒഴുകുന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതുകൊണ്ടോ ഇപ്പോൾ നമ്മളൊരു മലയാള സ്റ്റീപ്പെത്തി. നമ്മളൊരു ടോപ്പിലാണ് നിൽക്കുന്നത് മലയുടെ. ചുമ്മാ കല്ലുരുണ്ട് കിടക്കുക. ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പം നടന്നിങ്ങനെ വെള്ളാരം കല്ല് പോലത്തെ കല്ലുകളാട്ടോ ഇവിടെ ഫുള്ള്. നമ്മുടെ നാട്ടിലെ വെള്ളാരം കല്ല് എന്നൊക്കെ പറയില്ലേ,
ഇതുപോലത്തെ ഒരു കല്ലാണ്. പിന്നെ താഴെ ഒരു റോഡ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, റോഡ് കാണാൻ പറ്റുന്നുണ്ട്. അവിടുന്ന് മേളിൽ നിന്ന് CB14 എന്നാണ് മലയുടെ പേരെന്ന് പറഞ്ഞ്, ചന്ദ്രതാൽ ബാഗ് അങ്ങനെ എന്തോ. അവിടുന്ന് മഞ്ഞുരുകി വരുന്ന കാണുന്നത്. അങ്ങനെ ഫുള്ളൊരു അടിപൊളി സ്ഥലത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ മൊത്തവും അടിപൊളിയാണ്, നല്ല സൂപ്പർ വ്യൂ ആണ്. താഴെ കൂടെ അരുവി ഒഴുകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫൈനൽ ഡേ നമ്മൾ തിരിച്ച് നടക്കും കേട്ടോ. ക്യാപ്റ്റൻ ലീഡ് പറഞ്ഞത് ചന്ദ്രതാലിലോട്ട് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു. നമ്മളിതിങ്ങനെ കറങ്ങി ഇറങ്ങി അവിടെ താഴെ ചെന്നിട്ട് അവിടുന്ന് ടെമ്പോ ട്രാവലറിനാണ് പോകുന്നത്. അതിൻ്റെ പോളാണ് ഈ കാണുന്നത്. സ്ഥലമാണ്. നമ്മൾ അങ്ങ് മേളിൽ നിന്ന് ഇറങ്ങി വന്നു. ഇപ്പോൾ നമ്മൾ ഈ പാറയുടെ പുറത്ത് കയറിയിരിക്കണം. ഈ പാറയുടെ പുറത്ത് കിടു വ്യൂ ആണ്. അങ്ങേയറ്റാണ് റെഡ് ടെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം ലാസ്റ്റ് ക്യാമ്പ് സൈറ്റിലെത്തി. 4ാമത്തെ ദിവസം നടന്ന് വലിയ മലയ്ക്ക് ഇറങ്ങി വന്ന്. ഇന്ന് ഒട്ടും തന്നെ ടയേർഡൊന്നും അല്ലായിരുന്നു, ഒട്ടും തന്നെ മടുത്തൊന്നുമില്ല. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടെൻറ്റ്. ഇന്ന് പക്ഷേ നമ്മളിവിടെ സ്റ്റേ ചെയ്യത്തില്ല. നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ടെമ്പോ ട്രാവലറെ കയറി ചന്ദ്രതാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടു പോകും. അവിടെ എന്തോ ഇതുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അവിടുന്ന് നേരെ മണാലിക്ക് തന്നെ പോവുകയും ചെയ്യും. അങ്ങനെയാണ്. ഹായ്, എങ്ങനെയാണ് പരിപാടി? സുഖമാണോ? സുഖമാണോ? We need to keep the bag in tent. Yeah. Why? Dining area we'll keep. You keep them. Only bag. Oh, we can take the jacket to the Chandral. Jacket. Raincoat. Yeah, one layer, na? One layer only. Hoodie. Hoodie, yeah, wind cheater. You have wind cheater? Okay, hoodie, na? Hoodie fine? Yeah, okay. Okay. Yeah, only 10-20 minutes in Chandral, right? Then we'll go there to Manali. Bus. Bus, not bus. Tempo. That's bus. You want bus? Mini bus. Bus is. നമ്മളിപ്പോൾ ചന്ദ്രതാലിലോട്ട് വണ്ടിയിൽ വന്നു. ഇത് കുറച്ച് നടന്നു പോയാൽ മതി കേട്ടോ. നടന്നു പോയി കഴിഞ്ഞാൽ ചന്ദ്രതാല് കാണാൻ പറ്റും. 3 മണിയാകുമ്പോഴത്തേനും റിട്ടേ അടിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ കുറേ ദൂരം ട്രാവൽ ചെയ്ത് വന്നു. ട്രാവലെന്നാണ് വന്നത്. അതിവിടെ കിടക്കുകയാണ് ഇങ്ങനെ. ഉള്ളിലോട്ട് പോവുക. അവിടെ എത്തിക്കഴിയുമ്പോൾ ബാക്കി. നമ്മൾ നടന്ന് ചന്ദ്രതാലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
trip, our hike, ये our about the Turkish. Me. You tell. So trek went well. Okay. The weather That was very good. was very good, Uh, and our team was very good. They all were very cooperative. yeah. They all did show the teamwork, which was needed at some points. Yeah. Yes. The only problem was with one of team leader. So we are very glad that we got you 2-3 hours dream leaders. നിങ്ങളിവിടെ കാറ്റടിച്ച് ചെവി പാറും. സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലമൊന്നുമില്ല, ഇതാ ഒരു അരുവി, അതേ ഉള്ളൂ. നമ്മളിഷ്ടം പോലെ കട്ടകളത് കൊടൈക്കനാൽ റൗണ്ട് അടിച്ച തീരുമാനമേ ഉള്ളൂ. റിട്ടേൺ മണാലി പോയിട്ട് മണാലി നാളെ കാസർഗോഡ് വിടാനുള്ള പ്ലാൻ തന്നെ. നിങ്ങൾ നാട്ടിലേക്ക് എന്നാ? 27. ഇന്ന് കിട്ടണം. എനിക്ക് 26 ഫ്ലൈറ്റ് ഇവർക്ക്, അതുകൊണ്ട് ഞാൻ മിക്കവാറും